അപ്പോൾ നമ്മൾ ഇന്ന് പുതിയ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാണ്. 8ാമത്തെ ചാപ്റ്റർ ഗ്രാവിറ്റേഷൻ. കുറേ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇതിൻ്റെ മുൻപ് ഹൈസ്കൂൾ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടാവും. ന്യൂട്ടൻ്റെ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ ഒക്കെ നമ്മൾ അതിലേക്കൊക്കെ വരും. അതിനു മുൻപ് ചാപ്റ്റർ തുടങ്ങുന്നത് കെപ്ലേഴ്സ് ലോ വെച്ചിട്ടാണ്. കെപ്ലർ എന്ന് പറയുന്നത് വളരെ പ്രസിദ്ധനായ ഒരു ആസ്ട്രോണമർ, ഒരു സയൻറ്റിസ്റ്റ്, ഒരു മാത്തമാറ്റീഷ്യൻ ഒക്കെ ആയിരുന്നു. അയാൾ വളരെ കാലം മുൻപ് 17th സെഞ്ച്വറിയിൽ ജീവിച്ചിരുന്ന ഒരു മഹാനായ ശാസ്ത്രജ്ഞനായിരുന്നു. അപ്പോൾ അന്ന് യാതൊരുവിധ എക്യുപ്മെന്റ്സും, നമ്മൾ ഈ കാണുന്ന യാതൊരു എക്യുപ്മെന്റ്സും ഇല്ലാതെ ഒട്ടനവധി കാര്യങ്ങൾ പ്ലാനറ്ററി മോഷനെ പറ്റി പറയാൻ അയാൾക്കായി. അതിന് ചുവട് പിടിച്ചിട്ടാണ് 17ാമത്തെ സെഞ്ച്വറിയിലാണ് അയാൾ ജീവിച്ചിരിക്കുന്നത്. അതിനുശേഷം 18ാമത്തെ സെഞ്ച്വറിയിലാണ് ന്യൂട്ടൺ ജീവിച്ചിരുന്നത്. പല കാര്യങ്ങളും കെപ്ലറുടെ ലോയുടെ ചുവട് പിടിച്ചിട്ടാണ് ന്യൂട്ടൺ വിശദീകരിച്ചെടുത്തത്. സോ കെപ്ലേഴ്സ് ലോ ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് പോർഷൻ. അപ്പോൾ കെപ്ലേഴ്സ് ലോ മൂന്ന് ലോ ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്നാമത്തത് ലോ ഓഫ് ഓർബിറ്റ്സ്, രണ്ടാമത്തത് ലോ ഓഫ് ഏരിയ, മൂന്നാമത്തത് ലോ ഓഫ് പീരിയഡ്സ്. എന്താണ് ലോ ഓഫ് ഓർബിറ്റ്സ്? പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ അത് സണ്ണിന് ചുറ്റും പ്ലാനറ്റ് കറങ്ങുന്ന ആ പാത്തിനെയാണ് നമ്മൾ ഓർബിറ്റ് എന്ന് വിളിക്കുക. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു നിയമമാണ്. എന്താണ്? ഓൾ പ്ലാനറ്റ്സ് മൂവ് ഇൻ എലിപ്റ്റിക്കൽ ഓർബിറ്റ്സ്. നമുക്കറിയാം സൂര്യന് ചുറ്റും എല്ലാ പ്ലാനറ്റുകളും ഒരു എലിപ്സ് ഷേപ്പിലാണ്, കണ്ടോ, എലിപ്റ്റിക്കൽ ഷേപ്പിലാണ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. സർക്കിൾ അല്ല. നമ്മൾ നമ്മുടെ എളുപ്പത്തിന് വേണ്ടി സർക്കിളാക്കി അതിനെ അനുമാനിക്കുകയാണ്. എന്താ വെച്ചാൽ മാത്തമാറ്റിക്കലി എലിപ്സ് വെച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമ്മൾ അതിനെ സർക്കിളാക്കി സർക്കിൾ ചെയ്യാൻ എളുപ്പമായതുകൊണ്ട് അങ്ങനെ ചെയ്യാണ്. വിത്ത് ദി സൺ സിറ്റുവേറ്റഡ് അറ്റ് വൺ ഓഫ് ദി ഫോസൈ ഓഫ് ദി എലിപ്സ്. സർക്കിളിന് ഒരു ഫോക്കസേ ഉണ്ടാവുള്ളൂ. നമ്മൾ കോമ്പസ് കുത്തി സർക്കിൾ വരയ്ക്കുന്ന ആ കോമ്പസ് കുത്തുന്ന പോയിന്റ് ആണ് ഫോക്കസ്. പക്ഷെ എലിപ്സിന് ഒരു ഫോക്കസ് അല്ല ഉണ്ടാവുക, രണ്ട് ഫോക്കസ് ഉണ്ടാവും. ചിത്രത്തിൽ നോക്കൂ, എസും എസ് ഡാഷും ആണ് എലിപ്സിന്റെ രണ്ട് ഫോക്കസുകൾ. അതിന്റെ സിംഗുലർ ഫോം ആണ് ഈ ഫോസൈ എന്ന് പറയുന്നത്. ഫോക്കസ് എന്ന് പറയുന്നത് സിംഗുലർ ഫോം ആണ്. ഫോസൈ എന്ന് പറയുന്നത് അതിന്റെ പ്ലൂരൽ ആണ്. വിത്ത് വൺ ഓഫ് ദി ഫോസൈ, രണ്ടില് ഈ ഒരു ഫോസൈയിലാണ് ആര് നിൽക്കുന്നത്? സണ്ണ് നിൽക്കുന്നത്. അപ്പൊ ഇതാണ് ഒന്നാമത്തെ ലോ. സെന്റൻസ് ഇമ്പോർട്ടന്റ് ആണ്. ഓൾ പ്ലാനറ്റ്സ് മൂവ് ഇൻ എലിപ്റ്റിക്കൽ ഓർബിറ്റ്സ് അറൌണ്ട് ദി സൺ വിത്ത് സൺ സിറ്റുവേറ്റഡ് അറ്റ് വൺ ഓഫ് ദി ഫോസൈ ഓഫ് ദി എലിപ്സ്. ചിത്രം നോക്കൂ. കുറച്ച് കാര്യങ്ങൾ നമുക്ക് എലിപ്സിനെ പറ്റി പറയാം. എന്തൊക്കെയാണ്? എസും എസ് ഡാഷും ആണ് ഫോസൈകൾ. PA രണ്ട് ആക്സിസ് ഉണ്ട് അല്ലെ? സർക്കിളിനാകുമ്പോൾ ഒരു ആക്സിസ് ഒരു ഡയമീറ്ററേ ഉള്ളൂ. എങ്ങനെ വരച്ചാലും എല്ലാ ഡയമീറ്റേഴ്സും ഈക്വൽ ആണ്, നമുക്കറിയാം. പക്ഷെ ഈ കേസിൽ ദീർഘ വൃത്തമാണ്. അപ്പോൾ എല്ലാ കേസിലും ഡയമീറ്റേഴ്സ് ഈക്വൽ അല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എലിപ്സിന് ഡയമീറ്റർ എന്ന വാക്ക് ഉപയോഗിക്കില്ല, നമ്മൾ ആക്സിസ് എന്ന വാക്കാണ് ഉപയോഗിക്കുക. ചിത്രത്തിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, ഒരു ആക്സിസ് നീളം കൂടിയതും ഒരു ആക്സിസ് നീളം കുറഞ്ഞതുമാണ്. നീളം കൂടിയ ആക്സിസ് ആണ് PA. അതിനെ നമ്മൾ മേജർ ആക്സിസ് എന്നാണ് വിളിക്കുക. നോക്കൂ, അതിന് സെന്ററിൽ നിന്ന് ഈ പോയിന്റ് എയിലേക്ക് ഉള്ള ദൂരം സ്മോൾ ലെറ്റർ എ ആണ്. ബിയിലേക്കുള്ള ദൂരം സ്മോൾ ലെറ്റർ എ ആണെങ്കിൽ രണ്ടും കൂടി ചേർത്ത് 2A ആണ് അതിന്റെ ദൂരം. കണ്ടോ? മേജർ ആക്സിസ് 2A. ഇനി ചെറിയൊരു ആക്സിസ് കാണാം, അതിനെ നമ്മൾ മൈനർ ആക്സിസ് എന്നാണ് വിളിക്കുക. BC. ചിത്രത്തിൽ BC ആണ് മൈനർ ആക്സിസ്. സെന്ററിൽ നിന്ന് ബിയിലേക്കുള്ള ദൂരം സ്മോൾ ലെറ്റർ ബിയും സിയിലേക്കുള്ള ദൂരം സ്മോൾ ലെറ്റർ ബിയും ആണെങ്കിൽ ടോട്ടൽ ഡിസ്റ്റൻസ് 2B. അടുത്തത് ലോ ഓഫ് ഏരിയാസ് ആണ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഏരിയയുമായി ബന്ധപ്പെട്ടിട്ട്, അതായത് പ്ലാനറ്ററി മോഷൻ ആണ്. സണ്ണിന് ചുറ്റും പ്ലാനറ്റ് കറങ്ങുമ്പോൾ അതുണ്ടാക്കുന്ന ഏരിയയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ലോ ആണ്. എന്താണെന്ന് നോക്കാം. ലൈൻ ദാറ്റ് ജോയിൻസ് എനി പ്ലാനറ്റ് ടു ദ സൺ സ്വീപ്സ് ഈക്വൽ ഏരിയാസ് ഇൻ ഈക്വൽ ഇന്റർവെൽസ് ഓഫ് ടൈം. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ലോ ആണ്. നമ്മൾ അതിന്റെ മലയാളം പറയാം. നമ്മൾ സണ്ണ് ഒരു ഫോസൈൽ നിൽക്കുകയാണ്. പ്ലാനറ്റ് ആദ്യം ഈ പോയിന്റ് Pയിലാണെന്ന് വിചാരിക്കൂ. ഈസ് അറ്റ് എ ഡിസ്റ്റൻസ് R. പിന്നെ പ്ലാനറ്റ് പതുക്കെ P' എന്ന പോയിന്റിലേക്ക് എത്തുന്നു. അപ്പൊ രണ്ടിലുള്ള വെലോസിറ്റിയുടെ ഡയറക്ഷൻ ആണ് കാണിച്ചിട്ടുള്ളത്. ഒരു ΔT സമയത്താണ് Pയിൽ നിന്ന് P' എത്തുന്നതെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നോക്കൂ, ഈ സ്വീപ്പ് ചെയ്ത ഏരിയ കണ്ടോ, ഈ ഷെയ്ഡഡ് ആയിട്ടുള്ള റീജിയൻ കാണുന്നില്ലേ? ഒരു ട്രയാങ്കിൾ ആണ്. അപ്പൊ അതാണ് Pയിൽ നിന്ന് P' പ്ലാനറ്റ് നീങ്ങുമ്പോൾ പ്ലാനറ്റ് സ്വീപ്പ് ചെയ്യുന്ന ഏരിയ. എന്താ സ്വീപ്പ് ചെയ്യാറ്? അടിച്ചു വരുന്നതിന് നമ്മൾ സ്വീപ്പ് എന്ന് പറയാം. അതായത് ഇങ്ങനെ നിലത്ത് പറ്റി ഇങ്ങനെ ആർക്കൊക്കെ വരച്ചെടുക്കുന്നത് പോലെ വരച്ചെടുക്കുക, സ്വീപ്പ് ചെയ്ത് വരച്ചെടുക്കുക, സ്വീപ്പിംഗ് എന്നാണ് പറയാം. അപ്പൊ ഏരിയ സ്വെപ്റ്റ് ബൈ ദി പ്ലാനറ്റ് ആണിതാ ഈ ഗിവൺ ട്രയാങ്കിൾ. ഷെയ്ഡഡ് ട്രയാങ്കിൾ ഗിവ്സ് ദി ഏരിയ സ്വെപ്റ്റ് ബൈ ദി പ്ലാനറ്റ്. അങ്ങനെ പ്ലാനറ്റ് ചുറ്റി ചുറ്റി വന്നു. ദ പ്ലാനറ്റ് സണ്ണിന് അടുത്തെത്തി. കാരണം എന്താ വെച്ചാൽ എലിപ്സ് ആണല്ലോ, അപ്പൊ ഈക്വൽ ഡിസ്റ്റൻസ് അല്ല എല്ലായ്പ്പോഴും ഉണ്ടാവുക. അപ്പൊ മറുഭാഗത്തെത്തുമ്പോൾ നോക്കൂ, R വളരെ ചെറുതായി അല്ലെ? പക്ഷെ അപ്പോഴും ഏരിയ സ്വീപ്പ് ചെയ്തത് സെയിം തന്നെ ആവണം. അതായത് അത് അങ്ങനെ വേണമെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ ചിത്രം നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, പെട്ടെന്ന് കൂടുതൽ ദൂരം കവർ ചെയ്തിട്ടുണ്ട് അല്ലെ? കുറഞ്ഞ സമയത്തിനുള്ളിൽ കൂടുതൽ ദൂരം കവർ ചെയ്തു. ഇവിടെ കുറഞ്ഞ സമയത്തിനുള്ളിൽ കുറച്ചു ദൂരെ കവർ ചെയ്യുന്നുള്ളൂ. കാരണം എന്താണ്? ദൂരെയുള്ള പോയിന്റിൽ R കൂടുതലാണ്. അപ്പം
സമയം കുറവായിരിക്കും. അടുത്തുള്ള പോയിന്റിൽ 6 കുറവാണ്, അപ്പൊ സമയം കൂടുതലായിരിക്കും. അപ്പോ എന്താണ് ആ പറഞ്ഞതിന്റെ അർത്ഥം? ദൂരെയുള്ള പോയിന്റിൽ പ്ലാനറ്റ് കവർ ചെയ്യാൻ ഒരു ഏരിയ കവർ ചെയ്യാൻ വേണ്ട സമയം, the planets appear to move slower when they are away from the sun. കാരണം എന്താണ്? 6 വലുതാണ്, അപ്പൊ കുറച്ചു ദൂരം നീങ്ങിയാൽ മതി ഒരു ഏരിയ കവർ ചെയ്യാൻ. അപ്പൊ സ്ലോ ആയിട്ടേ നീങ്ങുള്ളൂ. ഇപ്പുറത്ത് സണ്ണിന് അടുത്തെത്തുമ്പോഴോ 6 ചെറുതാണ്, അപ്പൊ കൂടുതൽ ദൂരം കവർ ചെയ്യണം, സെയിം ഏരിയ കവർ ചെയ്യണമെങ്കിൽ. അപ്പൊ വളരെ സ്പീഡിൽ നീങ്ങും. സോ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെന്റൻസ് ആണ്. പ്ലാനറ്റ്സ് appear to move slower when they are away from the sun and they move faster when they are near the sun. ഈ സെന്റൻസ് ആണ് നമ്മുടെ സീസണുകളൊക്കെ ഉണ്ടാക്കുന്ന സെന്റൻസ്. അപ്പോ എന്താണ് രണ്ടാമത്തെ ലോ പറയുന്നത്? ദ പ്ലാനറ്റ്സ്, ദ ലൈൻ ദാറ്റ് ജോയിൻസ് എനി പ്ലാനറ്റ് ടു ദ സൺ. ഈ ലൈനാണ്, കണ്ടോ? ദ ലൈൻ ദാറ്റ് ജോയിൻസ് ദ പ്ലാനറ്റ് ആൻഡ് ദ സൺ സ്വീപ്സ് ഈക്വൽ ഏരിയാസ് ഇൻ ഈക്വൽ ഇന്റർവെൽ ഓഫ് ടൈം. അതായത് ഈ വാക്കിന് നമ്മൾ ഏരിയൽ വെലോസിറ്റി എന്നാണ് പറയാ. ഏരിയൽ വെലോസിറ്റി ഈസ് എ കോൺസ്റ്റന്റ്. അതാണ് രണ്ടാമത്തെ ലോ. കണ്ടോ? ഏരിയൽ വെലോസിറ്റി ഈസ് എ കോൺസ്റ്റന്റ്. നമ്മൾ അതിന്റെ പ്രൂഫ് നോക്കി നോക്കാം. ചിത്രം വരയ്ക്കാം, ഒരു എലിപ്സ് വരയ്ക്കുക, സണ്ണ് വരയ്ക്കുക, പ്ലാനറ്റ് ദൂരെയുള്ള 2 പോയിന്റിൽ പിയും പി ഡാഷും വരയ്ക്കുക, അടുത്തുള്ള 2 പോയിന്റ് വരയ്ക്കാം. ദൂരെയുള്ള പോയിന്റിലേക്കുള്ള റേഡിയസ് 6 ആണെന്ന് വിചാരിക്കൂ. അങ്ങനെയാണെങ്കിൽ ചെറിയൊരു ട്രയാങ്കിൾ അല്ലേ, കാരണം 6 വലുതാണ്, അപ്പൊ അങ്ങനെ നീണ്ടിട്ടുള്ള ഒരു ട്രയാങ്കിൾ ഉണ്ടാവുക. അടുത്തെത്തുമ്പോൾ 6 ചെറുതാണ്, അപ്പൊ ട്രയാങ്കിളിന് കുറച്ച് വീതി കൂടും. ഏരിയ സ്വെപ്റ്റ് ബൈ ദി പ്ലാനറ്റ് ഓഫ് മാസ് m ഇൻ ടൈം ഇന്റർവെൽ ഡെൽറ്റ ടി. എത്രയാണ് ഏരിയ? ഏരിയ എങ്ങനെയാ കാണുക? ട്രയാങ്കിൾ ആണ്, ഹാഫ് ബേസ് ഇൻറ്റു ഓൾട്ടിറ്റ്യൂഡ് ആണ്. ഹാഫ് ബേസ് എത്രയാണ് ഇവിടെ? 6 ആണ്. ഇൻറ്റു ഓൾട്ടിറ്റ്യൂഡ് ആണ്. ഓൾട്ടിറ്റ്യൂഡ് എന്താണ്? ഈ ദൂരമാണ് അല്ലെ, പിയിൽ നിന്ന് പി ഡാഷിലേക്കുള്ള ദൂരം കിട്ടണമെങ്കിൽ നമുക്ക് വെലോസിറ്റി അറിയാം, സമയം അറിയാം. അപ്പൊ വി ഇൻറ്റു ഡെൽറ്റ ടി. കണ്ടോ? ഹാഫ് ആർ ക്രോസ് വി ഇൻറ്റു ഡെൽറ്റ ടി, അല്ലെങ്കിൽ ഹാഫ് ആർ ഇൻറ്റു എന്ന് പറഞ്ഞാലും മതി. ഹാഫ് ബേസ് ഇൻറ്റു ഓൾട്ടിറ്റ്യൂഡ് എന്നുള്ള കൺസെപ്റ്റ് എടുത്താലും ക്ലിയർ ആവും. പിന്നെ ഇവിടെ ഇനി ക്രോസ് പ്രോഡക്റ്റ് എടുത്താലും ശരിയാവും. കാരണം എന്താ വെച്ചാൽ ആർ വി ഡെൽറ്റ ടി സൈൻ തീറ്റ എന്നാണ് കിട്ടുക. സൈൻ തീറ്റ എന്ന് പറയുന്നത് ആറും വിയും തമ്മിലുള്ള ആംഗിൾ ആണ് തീറ്റ. ഇവിടെ നോക്കൂ, ആറും വിയും തമ്മിലുള്ള ആംഗിൾ എല്ലാ പോയിന്റിലും 90 ഡിഗ്രി ആയിരിക്കും. സോ സൈൻ 91. അപ്പൊ ആർ ക്രോസ് പ്രോഡക്റ്റ് എടുത്തത് സെയിം തന്നെ എന്തായിട്ട് മാറും? ആർ ഇൻറ്റു വി ഡെൽറ്റ എന്നായിട്ട് മാറും. സോ ഇനി നമ്മൾ വിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. മൊമെന്റം പി ഇസ് ഈക്വൽ ടു എം വി ആണ്. സോ വി ഇസ് ഈക്വൽ ടു പി ബൈ എം. നമ്മൾ പി ബൈ എം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ഇൻറ്റു ഡെൽറ്റ ടി എന്ന് കിട്ടി. ഡെൽറ്റ എ ബൈ ഡെൽറ്റ ടി ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ആർ ക്രോസ് പി ബൈ എം അല്ലെ. ഡെൽറ്റ ടി ക്യാൻസൽ ചെയ്ത് പോയി, അല്ലെങ്കിൽ ഇതാ ഡെൽറ്റ ടീനെ ഇങ്ങോട്ട് കൊണ്ടുപോവാ, അപ്പൊ ആർ ക്രോസ് പി ബൈ എം കിട്ടും. എന്താണ് ഈ ആർ ക്രോസ് പി എന്ന് പറഞ്ഞാല്? ആംഗുലാർ മൊമെന്റം ആണ്. എൽ ഇസ് ഈക്വൽ ടു ആർ ക്രോസ് പി. അപ്പൊ ആംഗുലാർ മൊമെന്റം എൽ ബൈ 2m എന്ന് കിട്ടും. ഈ ഡെൽറ്റ എ ബൈ ഡെൽറ്റ ടി എ ആണ് നമ്മൾ എന്താണത്? ചേഞ്ച് ഇൻ ഏരിയ വിത്ത് റെസ്പെക്ട് ടു ടൈം. ചേഞ്ച് ഇൻ ഏരിയ വിത്ത് റെസ്പെക്ട് ടു ടൈം എന്നുള്ളതിനെ നമ്മൾ ഏരിയൽ വെലോസിറ്റി എന്നാണ് വിളിക്കുക അല്ലെ. ചേഞ്ച് ഇൻ ഡിസ്പ്ലേസ്മെന്റ് വിത്ത് റെസ്പെക്ട് ടു ടൈം ആണെങ്കിൽ വെറും വെലോസിറ്റി. അപ്പൊ ചേഞ്ച് ഇൻ ഏരിയ വിത്ത് റെസ്പെക്ട് ടു ടൈം ആണെങ്കിൽ ഏരിയൽ വെലോസിറ്റി എന്നാണ് വിളിക്കുക. അതാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഞാൻ പറഞ്ഞത്. ഏരിയൽ വെലോസിറ്റി ഈസ് എ കോൺസ്റ്റന്റ്. ഡെൽറ്റ എ ബൈ ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു എൽ ബൈ 2m ഈസ് എ കോൺസ്റ്റന്റ്. ഇനി എങ്ങനെയാണ് കോൺസ്റ്റന്റ് എന്ന് പറയാൻ നമ്മൾ എന്താ കാരണം? നമുക്കറിയാം ഒരു ബോഡിക്ക് എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നുമില്ല. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പറഞ്ഞതാണ്, എക്സ്റ്റേണൽ ഫോഴ്സുകൾ ഒന്നും ആക്ട് ചെയ്യുന്നില്ലെങ്കിൽ ആ സിസ്റ്റത്തിന്റെ ടോട്ടൽ ആംഗുലാർ മൊമെന്റം എന്തായിരിക്കും? ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും അല്ലെ. അപ്പൊ അതാണ് ഈ സെന്റൻസ്. അത്തരം ഫോഴ്സുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുക? സെൻട്രൽ ഫോഴ്സ് എന്ന് വിളിക്കുക. അത് ആറിലൂടെയാണ്. ആ ഫോഴ്സിന്റെ ഡയറക്ഷൻ കണ്ടോ? നടുവിലേക്ക് വലിക്കൂലേ? സെൻട്രിപീറ്റൽ ഫോഴ്സ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ആക്സിലറേഷൻ ഒക്കെ. ആ ഫോഴ്സിനെയാണ് സെൻട്രൽ ഫോഴ്സ് എന്ന് വിളിക്കുക. അപ്പൊ സെൻട്രൽ ഫോഴ്സിന്റെ കേസിൽ ആംഗുലാർ മൊമെന്റ് ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പൊ ഡെൽറ്റ എ ബൈ ഡെൽറ്റ ടി ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. അതായത് ഏരിയൽ വെലോസിറ്റി ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. അതാണ് കെപ്ലറുടെ രണ്ടാമത്തെ നിയമം. മൂന്നാമത്തത്, ഇത് സ്ഥിരമായി പ്രോബ്ലം ചോദിക്കുന്ന ഒരു ലോ ആണ്, ലോ ഓഫ് പീരിയഡ്സ്. എന്താണ് പീരിയഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സമയക്രമം, അതിനാണ് നമ്മൾ പീരിയഡ്സ് എന്ന് വിളിക്കുക. ലോ ഓഫ് പീരിയഡ്സ്. Square of the time period of revolution of a planet is proportional to cube of semi-major axis of the ellipse traced out by the planet. ഇത് ആദ്യം നമുക്ക് ഇക്വേഷൻ നോക്കാം. ടി സ്ക്വയർ ഇസ് പ്രൊപ്പോർഷണൽ ടു എ ക്യൂബ്. നമ്മൾ നേരത്തെ എലിപ്സ് പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ട്
രണ്ട് ആക്സിസ് ഉണ്ട് കണ്ടോ, മേജർ ആക്സിസ് ഉണ്ട് മൈനർ ആക്സിസ് ഉണ്ട്. ടി സ്ക്വയർ ഇസ് പ്രൊപ്പോർഷണൽ ടു എ ക്യൂബ് എന്നാണ് പറഞ്ഞത് അല്ലെ. എ ക്യൂബ് എന്ന് പറഞ്ഞാൽ ഇതിനെ മൊത്തത്തിൽ മേജർ ആക്സിസ് എന്ന് വിളിക്കുമ്പോൾ സെന്ററിൽ നിന്നും എയിലേക്കുള്ള ദൂരം, അതായത് പകുതി എന്ന് പറഞ്ഞാൽ നമ്മൾ സെമി മേജർ ആക്സിസ് എന്നാണ് വിളിക്കുക. അപ്പൊ അതാണ് മൂന്നാമത്തെ ലോ, ടി സ്ക്വയർ ഇസ് പ്രൊപ്പോർഷണൽ ടു എ ക്യൂബ്. എന്ന് വെച്ചാൽ ഒരു പ്ലാനറ്റ് സണ്ണിന് ചുറ്റും കറങ്ങാൻ എടുക്കുന്ന സമയം, അതിനെയാണ് നമ്മൾ പീരിയഡ് എന്ന് വിളിക്കുക. അതിന്റെ സ്ക്വയർ ഓഫ് ദ പീരിയഡ് ഈസ് പ്രൊപ്പോർഷണൽ ടു ക്യൂബ് ഓഫ് സെമി മേജർ ആക്സിസ്. ഏതിന്റെ സെമി മേജർ ആക്സിസ്? ഓഫ് ദി എലിപ്സ് ട്രേസ്ഡ് ഔട്ട് ബൈ ദി പ്ലാനറ്റ്. ആ പ്ലാനറ്റ് സണ്ണിന് ചുറ്റും ഉണ്ടാക്കുന്ന ആ ഓർബിറ്റിന്റെ, ആ ഓർബിറ്റ് എലിപ്റ്റിക്കൽ ഓർബിറ്റ് ആണ്, അതിന്റെ സെമി മേജർ ആക്സിസ് ആണ് ഏത്? എ. അപ്പൊ എ ക്യൂബ്, അതിന്റെ ക്യൂബിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഈ സെന്റൻസ് ഭയങ്കര ബുദ്ധിമുട്ടാണെങ്കിൽ ടി സ്ക്വയർ ഇസ് പ്രൊപ്പോർഷണൽ ടു എ ക്യൂബ് എന്നുള്ളത് കൃത്യമായി ഓർത്തിരിക്കണം, പ്രോബ്ലം ചെയ്യാൻ ആവശ്യമുണ്ടാവും. നോക്കൂ പ്രോബ്ലം. സപ്പോസ് there existed a planet that went around the sun twice as fast as the earth. എർത്തിനേക്കാൾ ഇരട്ടി വേഗത്തിലാണ്. What would be its orbital size as compared to earth? അപ്പോൾ ടി സ്ക്വയർ ഇസ് പ്രൊപ്പോർഷണൽ ടു എ ക്യൂബ് എഴുതാം. പീരിയഡ് ഓഫ് എർത്ത് നമുക്കറിയാം, ഒരു ചുറ്റൽ വേണ്ടത് എത്രയാണ്? 1 year ആണ്. പക്ഷെ മറ്റേ പ്ലാനറ്റ് വളരെ എളുപ്പത്തിൽ പോകുന്നുണ്ട്, അതായത് വളരെ വേഗത്തിൽ പോകുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഇത് എഴുതുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. വളരെ വേഗത്തിൽ പോകുന്നു എന്ന് പറഞ്ഞാൽ ഭൂമിക്ക് സണ്ണിന് ചുറ്റും കറങ്ങി വരാൻ 1 വർഷം വേണം, പക്ഷെ അത് വളരെ വേഗത്തിലാണ് പോണത്, സ്പീഡ് കൂടുതലാണ് അല്ലെ. അപ്പൊ എന്താണ് സംഭവിക്കുക? ഭൂമിയിലെ പകുതി വർഷം കൊണ്ട് അത് എന്ത് ചെയ്യും? കംപ്ലീറ്റ് ചെയ്യും, 1 year. അപ്പൊ പ്ലാനറ്റിന്റെ 1 year എന്ന് പറയുന്നത് ഭൂമിയിലെ പകുതി വർഷമായിരിക്കും, ഹാഫ് TE. ഇത് എഴുതുക എന്നുള്ളതാണ് കേട്ടോ അതിന്റെ എസെൻസ്. സോ ഹാഫ് ഇയർ ആയിരിക്കും പ്ലാനറ്റിന്റെ പീരിയഡ് എന്ന് പറയുന്നത്. ഇനി ഓർബിറ്റൽ റേഡിയസ് ഓഫ് എർത്ത് ഈസ് RE, ഓർബിറ്റൽ റേഡിയസ് ഓഫ് പ്ലാനറ്റ് ആണ് കേട്ടോ ഇത്, പ്ലാനറ്റ് ഈസ് RP എന്ന് എഴുതുക. അപ്പൊ ടി സ്ക്വയർ ഇസ് പ്രൊപ്പോർഷണൽ ടു എ ക്യൂബ്. അവിടെ നമ്മൾ റേഡിയസ് ആയിട്ട് ഇവിടെ നമ്മൾ സർക്കിളിനെ ഞാൻ പറഞ്ഞാൽ എളുപ്പത്തിൽ സർക്കിളാക്കി പരിഗണിക്കുകയാണെങ്കിൽ ടി സ്ക്വയർ ഇസ് പ്രൊപ്പോർഷണൽ ടു R ക്യൂബ് എന്നാവും. അപ്പൊ ടി എർത്തിന് എഴുതുമ്പോൾ TE സ്ക്വയർ പ്രൊപ്പോർഷണൽ ടു RE ക്യൂബ് എന്നാവും. പ്ലാനറ്റിന് എഴുതുമ്പോൾ TP സ്ക്വയർ പ്രൊപ്പോർഷണൽ ടു RP ക്യൂബ് എന്നാവും. ഇനി എന്ത് ചെയ്യാം? ഇത് ഡിവൈഡ് ചെയ്യാം, അല്ലെങ്കിൽ റേഷ്യോ എടുക്കാം. അപ്പൊ TP സ്ക്വയർ ബൈ TE, TP ബൈ TE the whole square is equal to RP by RE the whole cube, അല്ലെങ്കിൽ RP by RE is equal to, അതിനെ ക്യൂബിനെ അങ്ങോട്ട് കൊണ്ടുപോയി, അപ്പൊ എന്തായി? 2/3 എന്നായി. TP by TE the whole raised to 2/3. ഇതൊക്കെ നമുക്കറിയാം. TP എന്താണ്? 1/2 ആണ്. TE എന്താണ്? 1 ആണ്. അപ്പം RP by RE എന്ന് പറഞ്ഞാൽ എത്ര കിട്ടുക? 0.5 raised to 2/3, 0.63 എന്ന് കിട്ടും. ഓർ RP, radius of the planet, is equal to 0.63 times the radius of Earth. ഈ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം, ന്യൂട്ടന്റെ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ ആണ്. എവറി ബോഡി അട്രാക്ട്സ് അനദർ ബോഡി which is directly proportional to product of their masses. കണ്ടോ? m1 m2 inversely proportional to square of the distance between them, 1/r square. അത് നമ്മൾ ചേർത്ത് എഴുതിയാൽ F പ്രൊപ്പോർഷണൽ ടു m1 m2 by r square. പ്രൊപ്പോർഷണാലിറ്റിനെ മാറ്റാൻ നമ്മളൊരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഏതാണ് കോൺസ്റ്റന്റ്? ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് G. ഇനി എന്താണ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫോഴ്സ്? ഇനി മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫോഴ്സ് F ഓൺ m2 ഡ്യൂ ടു m1 എന്താണ്? G m1 m2 by r square ആണ്. G യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ആണ്. വെക്റ്റർ ഫോമിൽ എഴുതുമ്പോൾ ഇത് മാഗ്നിറ്റ്യൂഡ് ആണ്. G m1 m2 by r square ഇൻറ്റു എന്താണ്? ഇതാ ഈ ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ ഉണ്ടാവും അല്ലെ, R. അപ്പൊ അതിനൊരു മൈനസ് സൈൻ ഇട്ടിട്ടുണ്ട്, യൂണിറ്റ് ക്യാപ്പ്. ഇതാ അതാണ് ഡയറക്ഷൻ എന്നുള്ളതാണ്. എന്തിനാണ് മൈനസ് സൈൻ ഇട്ടത്? ഇതാ ഈ സെന്റൻസ് നോക്കിയാൽ അറിയാം, എവറി ബോഡി ഇൻ ദ യൂണിവേഴ്സ് അട്രാക്ട്സ് അല്ലെ. അപ്പൊ ഇവർക്കിടയിലുള്ള പൊസിഷൻ വെക്ടറിന്റെ ഇവർക്കിടയിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ്. അപ്പൊ അവർ തമ്മിൽ അടുക്കുകയാണ് ചെയ്യുക. അതുകൊണ്ടാണ് എന്തിട്ടുള്ളത്? ഈ മൈനസ് സൈൻ ഇട്ടിട്ടുള്ളത്. minus G m1 m2 by r square into r cap. R is the unit vector from m1 to m2. ഫോഴ്സ് F മൈനസ് ആറിന്റെ ഡയറക്ഷനിലാണ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അവർ തമ്മിൽ അട്രാക്ഷൻ ആണ് എന്നാണ് അർത്ഥം. കണ്ടോ? ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഈസ് അട്രാക്റ്റീവ്. അപ്പൊ ആ മൈനസ് സൈനെ കൺഫ്യൂസ് ചെയ്യിക്കേണ്ട, അട്രാക്റ്റീവ് ഫോഴ്സ് ആയതുകൊണ്ടാണ് അവർക്കിടയിലുള്ള ഫോഴ്സ് അടുക്കുകയാണല്ലോ ചെയ്യാം. അതുകൊണ്ടാണ് നമ്മൾ എന്തിട്ടത്? ദൂരേക്ക് പോകുന്നതിനെ നമ്മൾ പോസിറ്റീവ് ആയിട്ട് കൺസിഡർ ചെയ്യുക, കൺവെൻഷനലി അങ്ങനെയാണ്. അപ്പൊ അടുത്തേക്ക് വരുന്നതിനെ നമ്മൾ എന്ത് ചെയ്യും? മൈനസ് ആയിട്ട് കൺസിഡർ ചെയ്യും. ഈ ന്യൂട്ടന്റെ തേർഡ് ലോ പ്രകാരം m1നെ ഫോഴ്സ് ഓൺ m1 ഡ്യൂ ടു m2
ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഓൺ m2 ഡ്യൂ ടു m1 അല്ലെ, ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിരിക്കും. F12 എന്ന് പറയുന്നത് എന്താണ്? ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഓൺ ബോഡി 1 ഡ്യൂ ടു 2. F21 എന്ന് പറയുന്നത് തിരിച്ച് ബോഡി 2 ഡ്യൂ ടു 1. അപ്പോൾ F12 is equal to minus F21 ന്യൂട്ടന്റെ മൂന്നാമത്തെ ലോ പ്രകാരം. ഇനി ഒന്നിലധികം പോയിന്റ് മാസുകൾ ഉണ്ടെന്ന് വിചാരിക്കൂ. അവരുടെ ടോട്ടൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? വെക്റ്റർ സം എടുക്കണം. അതായത് ആദ്യം രണ്ടാളത് എടുക്കുക, അതിന്റെ വെക്റ്റർ സം എടുക്കുക. മൂന്നാമത്തെ ആളും ആദ്യത്തെ റിസൾട്ടന്റും എടുക്കുക. നാലാമത്തെ ആളും രണ്ടാമത്തെ. നമ്മൾ വെക്ടർ അഡീഷൻ പഠിച്ചില്ലേ? വെക്ടർ അഡീഷൻ, ട്രയാങ്കിൾ ലോ മെത്തേഡ്, പാരലലോഗ്രാം ലോ മെത്തേഡ് ഒക്കെ ഉപയോഗിക്കുന്നത് പോലെ എന്ത് ചെയ്യുക? വെക്റ്റർ സം എടുക്കുക ഒന്നിലധികം പോയിന്റ് മാസുകൾ ഉണ്ടെങ്കിൽ. ഈ നോട്ട് ഇതൊക്കെ നിങ്ങൾ വെറുതെ അങ്ങനെ വായിച്ചൊന്ന് പോയിക്കോളൂ, ഒന്ന് മനസ്സിലാക്കി വെച്ചോളൂ. ഇത് അടുത്ത വർഷം ചാർജുകളുടെ കേസിൽ ഇതൊക്കെ നമ്മൾ ആവർത്തിക്കും. അതുകൊണ്ടാണ് ഒന്ന് ആദ്യം സൂചിപ്പിച്ചു വെക്കുന്നത്. എന്താണ്? ഒരു ഹോളോ സ്ഫെറിക്കൽ ഷെല്ല്, ഭൂമിയല്ല, ഭൂമി ഒരു സോളിഡ് ഷെല്ലാണ്. ഒരു ഹോളോ സ്ഫെറിക്കൽ, ഒരു പന്ത്, ഒരു മെറ്റൽ ബോളാണെന്ന് വിചാരിച്ചോളൂ. അപ്പൊ അതിന്റെ പുറത്ത് വേറൊരു മെറ്റൽ ബോൾ ഉണ്ടെന്ന് വിചാരിക്കും. ഇവർ തമ്മിൽ ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടാവും. നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവില്ല, പക്ഷെ സ്റ്റിൽ ദർ വിൽ ബി എ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. ഇനി എങ്ങനെയാണ് ഈ ഫോഴ്സ് ഓഫ് അട്രാക്ഷന്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ, ഈ വലിയ പന്തുണ്ടല്ലോ, ആ പന്തിന്റെ സെന്റർ ഓഫ് മാസ് എവിടെയായിരിക്കും? നടുവിലൊരു പോയിന്റിലായിരിക്കില്ലേ? നടുവിലെ ഏതോ ഒരു ചെറിയ പോയിന്റിലായിരിക്കും ആ സെന്റർ ഓഫ് മാസ് ഉണ്ടാവുക. ആ സെന്റർ ഓഫ് മാസിലേക്ക് ഈ വലിയ പന്തിന്റെ മാസ് മുഴുവനായും കേന്ദ്രീകരിക്കപ്പെട്ട രീതിയിലാണ് ഈ രണ്ട് ഫോഴ്സസും തമ്മിൽ എന്തുണ്ടാവുക? ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടാവുക. ഇനി ഈ പന്തിന്റെ ഉള്ളിലേക്ക് രണ്ടാമത്തെ ലോ എന്താണെന്നറിയോ? ഇതേ പന്തിന്റെ ഉള്ളിലേക്ക് നമ്മൾ ഈ വേറൊരു ഇപ്പൊ പുറത്തു വെച്ച പന്തുണ്ടല്ലോ, അതിനകത്തേക്ക് കൊണ്ടുവന്നു വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഇവർക്കിടയിൽ എന്തുണ്ടാവില്ല? ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടാവില്ല. കണ്ടോ? ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഡ്യൂ ടു എ ഹോളോ സ്ഫെറിക്കൽ ഷെൽ ഓഫ് യൂണിഫോം ഡെൻസിറ്റി ഓൺ എ പോയിന്റ് മാസ് നമ്മൾ അതിന്റെ അകത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർ തമ്മിൽ എന്തുണ്ടാവില്ല? ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടാവില്ല. ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടാവണം. അപ്പൊ രണ്ടും രണ്ട് ബോഡി ആയിട്ട് കുറച്ച് ദൂരം വ്യത്യസ്തതയിൽ നിൽക്കണം എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. എങ്ങനെയാണ് ന്യൂട്ടൺ യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷനിലേക്ക് എത്തിയത് എന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. അതിന് അയാൾ കൺസിഡർ ചെയ്തത് എർത്തും മൂണും ആയിരുന്നു. അപ്പോ മൂൺ ഇങ്ങനെ എർത്തിന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, സർക്കുലാർ മോഷൻ ആണ്. വേണമെങ്കിൽ അവിടെ എന്ത് വേണം? സെൻട്രിപീറ്റൽ ഫോഴ്സ് അല്ലെങ്കിൽ സെൻട്രിപീറ്റൽ ആക്സിലറേഷൻ വേണം. എങ്ങനെ നമ്മൾ സെൻട്രിപീറ്റൽ ആക്സിലറേഷൻ കാണാം? A is equal to v squared by r എന്ന ഇക്വേഷൻ വെച്ച്, മൂണിന്റെ ആണ്, അതുകൊണ്ടാണ് am is equal to v square by rm എന്ന് എഴുതിയത്. ഇനി എന്താണ് ഈ v സ്ക്വയർ എന്ന് പറയുന്നത്? വെലോസിറ്റി ആണ് അല്ലെ. അപ്പൊ വെലോസിറ്റി കിട്ടണമെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ചെയ്യണം. എന്താണ് ഈ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ? ഈ സർക്കിളിന്റെ ഡിസ്പ്ലേസ്മെന്റ് 2πrm/t. rm എന്ന് പറയുന്നത് സണ്ണും എർത്തും മൂണും തമ്മിലുള്ള ദൂരമാണ്, റേഡിയസ്. അപ്പൊ rm/t അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. am is equal to 4π²rm/t² എന്ന് കിട്ടും. ഇനി ഇതിൽ നമ്മൾ ആ വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഏതൊക്കെ വാല്യൂസ് ആണ് നമുക്കറിയാം? 4π²rm റേഡിയസ് ബിറ്റ്വീൻ എർത്ത് ആൻഡ് മൂൺ. പിന്നെ t², 3.84 × 10⁸ മീറ്റർ ആണ് എർത്തും മൂണും തമ്മിലുള്ള ദൂരം. ആൻഡ് t² എന്ന് പറയുന്നത് അതിന്റെ ഒരു എർത്തിന് ചുറ്റും ഒരു വട്ടം കറങ്ങാൻ എടുക്കുന്ന സമയം, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ അതൊക്കെ അബൌട്ട് 27.3 ഡേയ്സ് ആണ്. അതാണ് ചന്ദ്രമാസം എന്ന് നമ്മൾ പറയുന്ന സാധനമാണ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ am ആക്സിലറേഷൻ ഓൺ ദ മൂൺ ആണ് കിട്ടുക. എത്രയാണ്? 0.002722 m/s² ആണ് കിട്ടുക. അപ്പൊ നോക്കുമ്പോൾ കാണാം ആക്സിലറേഷൻ ഓൺ ദ മൂൺ ഇസ് മച്ച് ലെസ് ദാൻ ആക്സിലറേഷൻ ഓൺ എർത്ത്. എത്രയാണ്? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 9.8 m/s² ആണ്. അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? ആക്സിലറേഷൻ എർത്തിന്റെ ആക്സിലറേഷൻ ഹൈറ്റ് കൂടുന്തോറും ഡിക്രീസ് ചെയ്യുന്നു എന്നാണ് അർത്ഥം. എർത്തും മൂണും തമ്മിൽ, മൂണ് എർത്തിൽ നിന്ന് ഒരുപാട് ദൂരെയാണ്. അപ്പൊ അത്രയും ദൂരം എത്തുമ്പോഴേക്കും 9.8 ഓൺ ദ സർഫസ് ഉള്ള ആക്സിലറേഷൻ എത്രയായിട്ട് കുറഞ്ഞു? 0.002 ആയിട്ട് കുറഞ്ഞു. സോ ഫോഴ്സ് ഡ്യൂ ടു എർത്ത്സ് ഗ്രാവിറ്റി ഡിക്രീസസ് വിത്ത് ഡിസ്റ്റൻസ്. അതിന് നമ്മൾ കുറച്ചും കൂടി വ്യക്തമായിട്ട് കുറച്ച് കഴിയുമ്പോൾ പഠിക്കും. ഡെറിവേഷൻ തന്നെ പഠിക്കാനുണ്ട്. ഇനി എങ്ങനെയാണ് അത് ഡിക്രീസ് ചെയ്യുന്നത്? അപ്പം ദൂരം കൂടുന്തോറും ആക്സിലറേഷൻ കുറയുന്നു നമ്മൾ കണ്ടു. ഇനി എന്താണ് അതിന്റെ റിലേഷൻ നോക്കുമ്പോൾ കുറെ എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ ഇൻവേഴ്സ് സ്ക്വയർ ലോ ആയിട്ടാണ് കുറയുന്നത്. അതായത് മൂണിന്റെ ആക്സിലറേഷൻ am is proportional to 1/rm², g is proportional to 1/re², g/a
റേഷ്യോ എടുക്കുക. അപ്പൊ എന്താവും, നേരെ തിരിയും, റെസിപ്രോക്കൽ അല്ലേ, RM² എന്ന് കിട്ടും, വിച്ച് ഇസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 3600 എന്ന് കിട്ടും. അപ്പൊ ഇതെങ്ങനെയാണ്, ശരിയാണോ എന്ന് നോക്കുക. നമുക്ക് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാല്യൂ അറിയാം, ആക്സലറേഷൻ ഉണ്ട് മൂൺ എത്രയാണെന്ന് നോക്കാം, പിന്നെ അല്ലെങ്കിൽ മൂണിന്റെ റേഡിയസ്, എർത്തിന്റെ റേഡിയസ്, ഇതും നമുക്കറിയാം. അപ്പൊ ഈ നാലെണ്ണത്തിൽ ഏതെങ്കിലും രണ്ട് റേഷ്യോ എടുക്കുമ്പോൾ കിട്ടുന്ന ഉത്തരം 3600ന്റെ അടുത്താണ് എന്ന് നമ്മൾ എക്സ്പെരിമെന്റലി കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ ഈക്വേഷൻ എന്താണ്, ശരിയാണ്. അങ്ങനെയാണ് ന്യൂട്ടൺ അപ്പോൾ ഇത് ശരിയാണ് ഈ കൺസെപ്റ്റ് എന്നുള്ളതിലേക്ക് എത്തിച്ചേർന്നത്. അങ്ങനെയാണ് ന്യൂട്ടൺ എന്ത് പറഞ്ഞത്, യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ പ്രസ്താവിച്ചത്. അപ്പോൾ ഇത്രയാണ് ഈ ക്ലാസ് പറയാനുള്ള. അടുത്ത ക്ലാസ്സിൽ താങ്ക് യു.